പാലക്കാട് ഒറ്റപ്പാലത്ത് ദമ്പതികൾ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ ബന്ധുവായ യുവാവ് ഇപ്പോൾ പോലീസ് പിടിയിലായി. ദമ്പതികളുടെ വളർത്തുമകളുടെ ഭർത്താവ് റാഫിയാണ് കസ്റ്റഡിയിലായത്. ഈ പ്രതിയെ കീഴ്പ്പെടുത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആ ദൃശ്യം ഒന്ന് കാണാം. നിങ്ങൾ മെനക്കെട്ടിട്ട് അത് കിട്ടിയത് നശിപ്പിക്കല്ലേ? സഹായിക്കണ്ട, ഒതുങ്ങി നിൽക്കണ തറാപോകല്ലുണ്ട്. വണ്ടി എടുത്തു നോക്കണ്ട. പുള്ളി വന്നെന്ന് മനസ്സിലായി. കയ്യിൽ കൊച്ചുപിച്ചാത്തി കൂടാതെ ചെറിയ കത്തിരി കൂടി ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. പോലീസുകാർക്ക് എന്തായാലും പിടിപ്പത് പണിയായി കാലത്ത് കേട്ടോ. നാട്ടിൽ കൊള്ളാവുന്നവരുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ പണി കൂടും. ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഐഷുത്തുൽ ഷംന ചേരുന്നു. ഷംന, വിവരങ്ങൾ. നമ്മളിപ്പോൾ ഈ സംഭവം നടന്ന വീട്ടിൽ തന്നെ ഉണ്ട്. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഈ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഈ പൊന്നാനി സ്വദേശിയായ റാഫി അയാളുടെ ഭാര്യയുടെ മാതാപിതാക്കളെയാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഈ നാലകത്ത് നസീർ, ഭാര്യ സുഹറ എന്നീ രണ്ട് ദമ്പതികളാണ് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി ഈ യുവാവിന്റെ വെട്ടേറ്റ് അതിക്രൂരമായ കൊലപാതകത്തിന് ഇരയാകുന്നത്. ഈ സുൽഫിത്ത്, അതായത് ഇവരുടെ വളർത്തുമകളായ സുൽഫിയത്തും റാഫിയും തമ്മിൽ വിവാഹമോചന കേസ് കോടതിയിൽ നടന്നു വരികയാണ്. ഈ കുട്ടി ഇപ്പോൾ നിലവിലുള്ളത് സുൽഫിയത്തിന്റെ കയ്യിലാണ്. ഈ ഇടയ്ക്ക് വെച്ച് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിധി ഉണ്ടായിരുന്നു. അതായത് കുട്ടിയെ കാണാനുള്ള ഒരു അവസരമൊക്കെ റാഫിക്ക് നൽകിയിരുന്നു. പക്ഷെ കുട്ടിയെ കൊണ്ടുപോയതിനു ശേഷം പിന്നീട് റാഫി തിരികെ സുൽഫിയത്തിന് നൽകിയിരുന്നില്ല. കുട്ടിയെ വിട്ടുകൊടുക്കാത്ത ഒരു അവസ്ഥയായിരുന്നു. ഇതോടുകൂടിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് പിന്നീട് തൽക്കാലത്തേക്ക് കുട്ടിയെ ഇനി റാഫിക്ക് നൽകേണ്ടതില്ല എന്നൊരു ഉത്തരവ് വരുന്നത്. ഇങ്ങനെ ഈ കുട്ടിയുടെ അവകാശവാദവുമായി ഉയർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ. എന്തായാലും ഈ കൊലപാതകം നടന്ന വീടിന് സമീപത്താണ് നമ്മൾ ഉള്ളത്. അവിടെ മൃതദേഹങ്ങൾ ഉണ്ട്. അല്പസമയത്തിനകം അതിന്റെ ഇൻക്വസ്റ്റ് നടപടികളും മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കാര്യങ്ങളിലേക്ക് ഒക്കെ നീങ്ങും. ഇപ്പോൾ നമ്മുടെ ഒപ്പം പ്രദേശവാസികളുണ്ട്. ചേട്ടാ, ഇന്നലെ രാത്രി എങ്ങനെയാണ് നിങ്ങൾ ഇത് അറിയുന്നത്? ഞങ്ങൾ 12:30 മണിക്കാണ് സംഭവം അറിയുന്നത്. ഏറെക്കുറെ 12:10 കൂടിയിട്ട് സംഭവം നടന്ന എന്നിട്ടുള്ള ഈ കണ്ണിയമ്പ്ര ഒരു കിള്ളിക്കാവിൽ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ വാഹനത്തിൽ വരികയായിരുന്നു. അപ്പോഴാണ് ഒരു കുട്ടിയും ഇതെടുത്തുകൊണ്ട് ഒരു സ്ത്രീ വരുന്നതിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് ഇങ്ങനെ എൻ്റെ ഉപ്പാനെയും എന്നെ വെട്ടിക്കൊന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുട്ടിക്കറിയാണ്. അപ്പോൾ കുറച്ച് പിന്നിലായിട്ട് ഇയാളുണ്ട്, ഈ പ്രതി എന്ന് പറയുന്ന ആളുണ്ട്. അപ്പോൾ ഇവരെന്തെങ്കിലും വേഗം തന്നെ ഈ പള്ളി റൂട്ടിലേക്ക് കയറി നിന്നുകൊണ്ട് ഏതെങ്കിലും നിങ്ങൾ വേഗം രക്ഷപ്പെടുക, ഏതെങ്കിലും പരിചയമുള്ള വീട്ടുകളിലേക്ക് കയറുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ഇവരായിട്ട് ആ വീട്ടിലേക്ക് കയറുകയാണ്. അതിൻ്റെ പിന്നാലെ തന്നെ ഇയാൾ വരികയും സ്ത്രീയുടെ പിന്നാലെ പോയി. പക്ഷെ അപ്പോഴേക്കും വീട്ടിന് അകത്ത് കയറി കഴിഞ്ഞുകൊണ്ട് ഇയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ വിചാരിക്കുന്നത് സ്ത്രീയെയും കൂടി കൊലപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും പിന്നാലെ വന്നിട്ടുണ്ടാവാനുള്ള സാധ്യത അതാണ്. പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ പള്ളിത്തൊടിയിലേക്ക് രക്ഷപ്പെടാനുള്ളൊരു ശ്രമം കൂടി നടത്തിയിട്ടുണ്ടാവും. അപ്പോഴത്തേനും ഇവിടെ കണ്ട ആളുകൾ നമ്മളൊക്കെ വിളിച്ചു പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എത്തുന്നത്. ഇവിടെ എത്തുമ്പോഴുള്ള അന്തരീക്ഷം, മൃതദേഹം ഇവിടെ കിടക്കുന്നുണ്ട്. ആളുകൾ അപ്പോഴേക്കും കൂടി പുരപുരത്തുനിന്നും കൂടിയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ആദ്യം കാണുന്ന സംഭവം എന്ന് പറയുന്നത്. വളരെ ആർക്കും പഴക്കം പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരു പാവം കുടുംബമാണ് അവരുടേത്. വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മകളുടെ ചില പ്രശ്നങ്ങൾ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് നിലവിൽ ആരുമായും മറ്റ് കുടുംബങ്ങളുമായൊന്നും ഒരു പ്രശ്നമില്ലാതെ വളരെ പാവമായി ജീവിക്കുന്ന രണ്ട് ദമ്പതികളാണ്. ഈ മകളുടെ വളർത്തുമകളാണ് സുൽഫിയത്ത്. അവളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുവാവ് ഈ രണ്ടുപേരെ കൊലപ്പെടുത്തിയതിന് പുറമെ ഈ കുട്ടിക്ക് കൂടി, 4 വയസ്സുള്ള കുട്ടിക്ക് കൂടി, സുൽഫിയത്തിന്റെ മകന് കൂടി ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. കുട്ടി ഇപ്പോൾ വാണിയംകുളത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഈ കുട്ടിയെയും കൊണ്ട് രാത്രി സുൽഫിയത്ത് ഇറങ്ങി ഓടിയ സമയത്താണ്
സമയത്താണ് ഈ നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത് പെടുന്നതും. തുടർന്ന് സുൽഫിയത്തിനോട് വിവരങ്ങൾ ചോദിച്ചതോടുകൂടിയാണ് ഇത്തരം ഒരു കൊലപാതകത്തിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. അർദ്ധരാത്രി 12:30 കൂടിയാണ് നാട്ടുകാർ ഈ സംഭവം അറിയുന്നത്. ഈ യുവാവിനെയും സമീപത്ത് തന്നെ പിന്നീട് കൈമുറിച്ച അവസ്ഥയിലൊക്കെ ആയിരുന്നു കണ്ടെത്തിയിരുന്നത്. പിന്നീട് ഇയാൾ ഓടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിൽ യുവാവിനെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിനൊക്കെ ശേഷം കൂടുതൽ വിവരങ്ങളൊക്കെ ലഭ്യമാകും. എന്തായാലും ഈ കുട്ടിയുടെ അവകാശവാദത്തെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് അതിക്രൂരമായ കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കുട്ടിയെയും ഒപ്പം തന്നെ ഈ ഭാര്യയെയും ഒക്കെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടി ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഈ നാട്ടുകാർ കൃത്യസമയത്ത് എത്തിയതുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിക്കാനായി. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.